തേങ്ങച്ചാറുകൊണ്ട് വസ്ത്രങ്ങൾക്ക് നിറം നൽകുന്നവൾ, ചുവന്ന റോസാപ്പൂക്കൾ കൊണ്ട് ലിപ്സ്റ്റിക്ക് നിർമ്മിക്കുന്നവൾ, പൂക്കൾ കൊണ്ട് പലഹാരമുണ്ടാക്കുന്നവൾ, കുതിരപ്പുറത്ത് യാത്ര ചെയ്യുന്നവൾ, എത്ര ജോലി ചെയ്താലും ക്ഷീണമില്ലാത്തവൾ. ഇതെല്ലാം കേൾക്കുമ്പോൾ നമുക്ക് തോന്നാം ഏതോ കടങ്കഥയിലെ രാജകുമാരി ആയിരിക്കാമെന്ന്. എന്നാൽ അങ്ങനെയല്ല. ഇവൾ ലിസീക്കി. ചൈനയിലെ ഷീച്ചാൻ എന്ന ഗ്രാമത്തിൽ ജീവിക്കുന്ന ലോകപ്രശസ്തയായ ഒരു സാധാരണ പെൺകുട്ടി. യൂട്യൂബിൽ ഏകദേശം 13 മില്യണിലധികം ഫോളോവേഴ്സ് ഉള്ള ഒരു വ്ളോഗറാണ് ലിസീക്കി. അതുപോലെ തന്നെ ലോകം മുഴുവൻ പല പ്ലാറ്റ്ഫോമുകളിലായി 60 മില്യണിലധികം ഫോളോവേഴ്സ് ഉള്ള ഒരു ഫുഡ് വ്ളോഗർ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ വ്ളോഗറാണ് ലിസീക്കി. ഇന്ന് നമ്മുടെ കൊച്ചു കേരളത്തിൽ വരെ ലിസീക്കിക്ക് ഒരുപാട് ആരാധകരുണ്ട്. അവളുടെ കുക്കിങ്ങും അതുപോലെ തന്നെ ആ സൗന്ദര്യം നിറഞ്ഞ ഗ്രാമപ്രദേശം കാണുവാനുമൊക്കെ ആളുകൾ അവളുടെ വീഡിയോയ്ക്കായി കാത്തിരിക്കുന്നു. ചൈനയുടെ മനോഹരമായ ഗ്രാമഭംഗി കാണുവാൻ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് അവൾക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ തൻ്റെ ഗ്രാമത്തിൻ്റെ മനോഹാരിതയെ നന്നായി തന്നെ വീഡിയോയിലൂടെ പുറം ലോകത്തിന് കാണിച്ചു കൊടുത്തു. അതുപോലെ തന്നെ സിനിമാറ്റിക് ഷോട്ടുകളും ആ ചൈനീസ് ഗ്രാമത്തിൻ്റെ മനോഹരമായ ശബ്ദങ്ങളും അവളുടെ വീഡിയോയിലൂടെ ആളുകളുടെ കാതുകളിലും കണ്ണുകളിലുമെത്തി. വീഡിയോയിൽ കൂടുതലൊന്നും സംസാരിക്കാത്ത പെൺകുട്ടിയാണ് ലിസീക്കി. എന്നാൽ ചൈനീസ് അറിയാത്തവർക്ക് തൻ്റെ വീഡിയോ എന്താണെന്ന് മനസ്സിലാക്കുവാനായി അവൾ സബ്ടൈറ്റിൽ കൊടുത്തിരുന്നു. ഇന്നിപ്പോൾ ലോകപ്രശസ്തിയായ ഒരു ബ്രാൻഡായി മാറിയിരിക്കുകയാണ് ലിസീക്കി എന്ന് പറയുന്ന ചൈനീസ് പെൺകുട്ടി. ലിസീക്കി ജീവിക്കുന്നത് സീച്ചാൻ എന്ന് പറയുന്ന ചൈനയിലെ ഒരു ഗ്രാമത്തിലാണ്. വളരെ മനോഹരമായ ഗ്രാമമാണെങ്കിലും വളരെ ദരിദ്രമായ ഒരു ഗ്രാമം കൂടിയാണ് സീച്ചാൻ. ലിസീക്കി ജനിച്ച് കുറച്ചു നാളുകൾക്കുള്ളിൽ തന്നെ അവളുടെ മാതാപിതാക്കൾ തമ്മിൽ ഡൈവോഴ്സ് ആവുകയുണ്ടായി. പിന്നീട് പിതാവിനോടും രണ്ടാനമ്മയോടുമൊപ്പമാണ് ലിസീക്കി ജീവിച്ചിരുന്നത്. ലിസീക്കിക്ക് 4 വയസ്സുള്ളപ്പോൾ തന്നെ പിതാവ് മരിക്കുകയും പിന്നീട് വളർത്തമ്മയുടെ ക്രൂരതകൾക്കുമിടയിലായിരുന്നു ലിസീക്കിയുടെ ജീവിതം. അതുപോലെ രഹസ്യമായി നിൽക്കുന്ന ഒന്നാണ് ലിസീക്കിയുടെ മാതാവിനെ പറ്റിയുള്ളത്. അവർ മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ എന്നതിനെക്കുറിച്ച് ആർക്കും അറിയില്ല. വളർത്തമ്മയുടെ ബുദ്ധിമുട്ടുകൾ സഹിക്കാതെ വന്നപ്പോൾ ലിസീക്കിക്ക് 6 വയസ്സുള്ളപ്പോൾ തന്നെ തൻ്റെ ഗ്രാൻഡ് പേരൻറ്റിൻ്റെ കൂടെ താമസം മാറ്റുകയുണ്ടായി. അവളുടെ ഗ്രാൻഡ് ഫാദർ ഒരു വലിയ ഫാർമർ ആയിരുന്നു. അതുപോലെ തന്നെ നല്ലൊരു കുക്ക് കൂടിയായിരുന്നു അദ്ദേഹം. കുട്ടിക്കാലം മുതൽ തന്നെ ഗ്രാൻഡ് ഫാദറിനെ ഹെൽപ്പ് ചെയ്യുന്നതിൽ ലിസീക്കി ഒട്ടും മടി കാണിച്ചിട്ടില്ല. അതുപോലെ തന്നെ കുക്കിങ്ങിനോടും ഫാമിങ്ങിനോടുമുള്ള താല്പര്യം കുട്ടിക്കാലം മുതൽക്കേ ഉണ്ടായിരുന്നു അവൾക്ക്. അവൾ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അവളുടെ പ്രിയപ്പെട്ട ഗ്രാൻഡ് ഫാദർ മരിക്കുന്നത്. പിന്നീടുള്ള ലിസീക്കിയുടെ ജീവിതം വളരെ കഷ്ടപ്പാട് നിറഞ്ഞതായിരുന്നു. 14ാം വയസ്സിൽ തന്നെ സ്കൂളിൽ നിന്നും പുറത്തായി. സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ടിലായിരുന്നു ലിസീക്കിയും അതുപോലെ ഗ്രാൻഡ് മദറും. പിന്നീട് ഗ്രാൻഡ് മദറിനെ സഹായിക്കാനായി ഒരു ജോലി തേടി സിറ്റിയിലേക്ക് പോയി അവൾ. എന്നാൽ നല്ല ജോലികളൊന്നും തന്നെ അവൾക്ക് കിട്ടിയില്ല. ഒടുവിൽ ഒരു ഹോട്ടലിൽ വെയിട്രസ്സായി അവൾ ജോലി ചെയ്തു. എന്നാൽ അവിടെ നിന്നും കിട്ടുന്ന തുച്ഛമായ വരുമാനം ഒന്നിനും തികയുന്നതായിരുന്നില്ല. പിന്നീട് പണത്തിനു വേണ്ടിയാണ് അവളൊരു ഡിസ്കോ ജോക്കിയാകുന്നത്. അതവളുടെ പാഷനൊന്നുമല്ലായിരുന്നു. എന്നാൽ അവിടെ നിന്നും കിട്ടുന്ന വരുമാനം അവളെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നതിന് ഒരുപാട് സഹായിച്ചു. ഇന്നൊരു പക്ഷേ ലിസീക്കി എന്ന് പറയുന്ന ലോകപ്രശസ്തയായ യൂട്യൂബറായി മാറാൻ അവളെ സഹായിച്ചത് ആ ഒരു ജോലി തന്നെയാണ്. കാരണം അവിടെ നിന്നുമാണ് അവൾ സൗണ്ട് എഡിറ്റിങ്ങും വീഡിയോ എഡിറ്റിങ്ങും ഒക്കെ പഠിക്കാൻ കഴിഞ്ഞത്. അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കെയാണ് 2012 അവളുടെ ഗ്രാൻഡ് മദറിന് ഒരു അസുഖം പിടിപെടുന്നത്. അങ്ങനെ അവൾ ഗ്രാമത്തിലേക്ക് പുറപ്പെട്ടു. എന്നാൽ ഗ്രാൻഡ് മദറിൻ്റെ അസുഖം ഭേദമായെങ്കിലും ലിസീക്കിക്ക് സിറ്റിയിലേക്ക് തിരിച്ചു പോകാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല. ഗ്രാൻഡ് മദറിനെയും നോക്കി ഗ്രാമത്തിൽ തന്നെ ജീവിക്കുവാനായിരുന്നു അവളുടെ തീരുമാനം. പിന്നീട് അവളുടെ ഗ്രാൻഡ് ഫാദർ ബാക്കി വെച്ച കുക്കിങ്ങിൻ്റെയും ഫാമിങ്ങിൻ്റെയും ഒക്കെ ജോലി നോക്കുവാൻ തുടങ്ങി. എന്നാൽ അവൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് കച്ചവടം കുറയുന്നത് കണ്ടപ്പോൾ ഒരു സൈഡ് ജോബായിട്ട് ഓൺലൈൻ സെല്ലിങ്ങിന് വേണ്ടി അവൾ ശ്രമിച്ചു. അങ്ങനെ ചൈനയിലെ പ്രശസ്തമായ ഒരു ഇ-കൊമേഴ്സ് സൈറ്റിൽ അവൾ തൻ്റെ ഉൽപ്പന്നങ്ങൾ വിൽക്കുവാൻ തുടങ്ങി. അത് ലിസീക്കിയുടെ ജീവിതത്തിൽ പുതിയ സംരംഭങ്ങളുടെ തുടക്കമായിരുന്നു. തൻ്റെ ഓൺലൈൻ ഷോപ്പ് പ്രൊമോട്ട് ചെയ്യുവാനായി 2016 ലിസീക്കി യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. തൻ്റെ ഉൽപ്പന്നത്തെപ്പറ്റിയും തൻ്റെ ഗ്രാമത്തെപ്പറ്റിയുമെല്ലാം മനോഹരമായ വീഡിയോകൾ അവൾ സ്വന്തമായി തന്നെ ചെയ്തു. അവളുടെ കുക്കിങ്ങും ഫാമിങ്ങും പ്രദേശത്തിൻ്റെ മനോഹാരിതയുമെല്ലാം അവളതിൽ ഉൾക്കൊള്ളിച്ചിരുന്നു.
അന്ന് തൻ്റെ കയ്യിൽ വളരെ വില കുറഞ്ഞ ഒരു VSLR ക്യാമറയും ഒരു പൊട്ടിയ ഫോണുമാണ് ഉണ്ടായിരുന്നത് എന്ന് ലിസിക്ക് പറയുകയുണ്ടായി. അത്തരം ബുദ്ധിമുട്ടുകളെല്ലാം ഓവർകം ചെയ്തുകൊണ്ട് അവൾ ഭംഗിയുള്ള വീഡിയോകൾ നിർമ്മിച്ചു. എന്നാൽ ചൈനയിൽ ഗൂഗിൾ സർവീസുകളോ യൂട്യൂബോ ഫേസ്ബുക്കോ ഒന്നും തന്നെയില്ല. അവർക്ക് ആകെയുള്ളത് അവരുടേതായ സ്വന്തം സോഷ്യൽ മീഡിയ സൈറ്റുകളും വീഡിയോ സൈറ്റുകളുമൊക്കെയാണ്. എന്നാൽ യൂട്യൂബ് നിരോധിക്കപ്പെട്ട ചൈനയിൽ എങ്ങനെയാണ് ലിസിക്ക് വീഡിയോകൾ ഇടുന്നത് എന്ന് പലർക്കുമുള്ള സംശയമാണ്. എന്നാൽ VPNും വെബ് പ്രോക്സിയുമൊക്കെ ഉപയോഗിച്ച് യൂട്യൂബ് ഡൗൺലോഡ് ചെയ്താണ് അവൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. യൂട്യൂബിൻ്റെ കണക്കനുസരിച്ച് ഇന്നുവരെ ഏകദേശം $10 മില്യൺ ലിസിക്ക് കിട്ടിയിട്ടുള്ള വരുമാനം. ലിസിക്ക് ഇത്ര പ്രശസ്തിയിലെത്തിയിട്ടും ചൈനയിൽ യൂട്യൂബ് നിരോധിച്ചിട്ടുള്ളതാണ് എന്നറിഞ്ഞിരുന്നിട്ടും എന്തുകൊണ്ടാണ് ചൈനീസ് ഗവൺമെൻറ് ഇതൊന്നും കാണാതെ പോകുന്നത് എന്ന് പലരും ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ ചൈനീസ് ഗവൺമെൻറ്റിന് ലിസിക്ക് തങ്ങളുടെ ഗ്രാമത്തിൻ്റെ മനോഹാരിതയും തങ്ങളുടെ കൾച്ചറുമെല്ലാം മറ്റ് രാജ്യങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ഒരു വിരോധവുമില്ല. കൂടാതെ പുറം ലോകത്തിന് അധികമൊന്നും കാണാൻ കഴിയാത്ത ചൈനയുടെ കാഴ്ചകൾ, പ്രത്യേകിച്ചും ഗ്രാമക്കാഴ്ചകൾ ഇത്ര മനോഹരമായി പുറം ലോകത്തേക്ക് എത്തിക്കുന്ന മറ്റൊരു വ്യക്തിയും ഇന്ന് യൂട്യൂബിലില്ല എന്ന് പറയേണ്ടി വരും. കൂടാതെ ലിസിക്കയുടെ വിഭവങ്ങൾ കാണുവാനും അതുപോലെ തന്നെ അവളുടെ വീഡിയോസിലൂടെ സമ്മർദ്ദം നിറഞ്ഞ തങ്ങളുടെ ജോലിയിൽ നിന്നും ജീവിതത്തിൽ നിന്നുമൊക്കെ കുറച്ചുനേരം സമാധാനം കിട്ടുവാൻ വേണ്ടിയാണ് അവളുടെ വീഡിയോസ് പലരും കാണുന്നത്. വളരെയധികം പ്രശസ്തിയിലെത്തിയപ്പോഴാണ് ലിസിക്ക് തൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി ഒരു വീഡിയോഗ്രാഫറെയും ഒരു പേഴ്സണൽ അസിസ്റ്റൻറ്റിനെയും വെക്കുന്നത്. ഇന്ന് ഫുഡ് പ്രോഡക്ട്സും ക്ലോത്തിങ്ങും കിച്ചൺ ടൂൾസും എല്ലാം ഉൾപ്പെടുന്ന വളരെ വലിയ ഒരു ബ്രാൻഡാണ് ലിസിക്ക്. ചൈനയിൽ നിന്നും പോപ്പുലറായ വളരെ കുറച്ചു വ്യക്തികളെ ഉണ്ടാവുകയുള്ളൂ. അതും ഒരു ചൈനീസ് ഗ്രാമത്തിൽ നിന്നുള്ള പെൺകുട്ടി ഇന്ന് ലോകം മുഴുവൻ ആരാധകരെ സൃഷ്ടിച്ചു കഴിഞ്ഞിരിക്കുന്നു. ലിസിക്കയുടെ ജീവിതം നാം ഏവർക്കും മാതൃകയാക്കാൻ പറ്റുന്ന ഒന്നുകൂടിയാണ്. ഒന്നുമില്ലായ്മയിൽ നിന്നും സ്വന്തമായ പ്രയത്നത്തിലൂടെ എല്ലാം നേടിയെടുത്തവൾ. അതവരുടെ വീഡിയോസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. ആരെങ്കിലും ലിസിക്കയുടെ വീഡിയോസ് ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കണ്ടിരിക്കുക. നമ്മുടെ കണ്ണുകളെയും മനസ്സിനെയും കുളിരണിയിപ്പിക്കുന്ന നല്ലൊരു വിരുന്ന് തന്നെയാണ് അവരുടെ എല്ലാ വീഡിയോസും. ലിസിക്കയുടെ ചാനൽ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ലിസിക്കയെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്